ദൈവനാമത്തെ മഹത്വം ഉണ്ടാകട്ടെ. എക്സൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന 30 ദിവസത്തെ പ്രാർത്ഥനാ മാസത്തിൽ അതിൻ്റെ 4-ാമത്തെ ദിവസത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ദൈവം കൃപ ചെയ്തല്ലോ. ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രശ്നകലുഷിതമായ ഒരു ലോകത്തിലാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. നമുക്കറിയാം, എവിടെയും അസമാധാനം കൊടികുത്തി വാഴുമ്പോൾ മനുഷ്യർ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അസമാധാനം നീങ്ങി സമാധാന മാർഗത്തിലേക്ക് വരുവാനും മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്നു. ഞാനും നിങ്ങളും ഒരുപോലെ സമാധാനമുള്ള ഒരു ജീവിതമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. സമാധാനം ലഭിക്കുവാനായിട്ട് മനുഷ്യൻ പല മാർഗങ്ങളും തേടുന്നു. നമുക്കറിയാം, ദൈവമക്കളാകുന്ന നമുക്ക് ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ സ്വാധീനം വളരെ വലുതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയാവുന്ന കാര്യമാണ്. നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അസമാധാനം ഈ ലോകത്തിൽ നിലനിൽക്കുമ്പോൾ അവിടെ തന്നെ സമാധാനത്തിൻ്റെ വക്താക്കളായി നാം ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു. നമ്മെക്കൊണ്ട് മാത്രമേ ഈ ലോകത്തിൽ പല കാര്യങ്ങളും മാറ്റം വരുത്തുവാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. എന്താണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത്? പ്രാർത്ഥനയിലൂടെ മാത്രമാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുവാൻ കഴിയുന്നത്. തിരുവചനം ആദിയോടൊന്ന് പരിശോധിച്ചാൽ നമുക്ക് ധാരാളം പ്രിയപ്പെട്ടവർ പ്രാർത്ഥനയിലൂടെ അനേക കാര്യങ്ങൾ നേടിയെടുത്തതും മറുപടി പ്രാപിച്ചതും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ധാരാളം വ്യക്തികളെ നമുക്കതിന് ഉദാഹരണങ്ങളായിട്ട് കണ്ടുമുട്ടുവാൻ കഴിയും. നമുക്കൊക്കെ സുപരിചിതയായ എസ്തറിനെ കുറിച്ച് ചില ചിന്തകൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഉപവാസവും പ്രാർത്ഥനയും കൊണ്ട് എസ്തർ തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുവാനിടയായിത്തീർന്നു. നമുക്ക് എസ്തേറിൻ്റെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു: ശൂഷൻ പട്ടണമോ കലങ്ങിപ്പോയി. അതേസമയം തന്നെ എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയുന്നു: ശൂഷൻ പട്ടണം ആർത്തു സന്തോഷിച്ചു. ഈ രണ്ടവസ്ഥകൾക്ക് ഇത് രണ്ടും വിപരീതമായ രണ്ട് അനുഭവങ്ങളാണ്. ഒരു പട്ടണം കലങ്ങിപ്പോയി, അതേ പട്ടണം തന്നെ മറ്റൊരവസരത്തിൽ ആർത്തു സന്തോഷിച്ചു. ഈ രണ്ടവസ്ഥയ്ക്കും നിദാനമായി തീർന്നത് അതിൻ്റെ മുൻപിലുള്ള വാക്യങ്ങൾ നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ശൂഷൻ രാജധാനിയിൽ 2 തീർപ്പ് പ്രസിദ്ധം ചെയ്തു. ആദ്യം ഒരു തീർപ്പ് പ്രസിദ്ധം ചെയ്തപ്പോഴാണ് ഈ പട്ടണം കലങ്ങിപ്പോയത്. ആ തീർപ്പ് പ്രസിദ്ധം ചെയ്തത് ഒരു ജനത്തെ മുഴുവൻ കൊന്നുമുടിക്കുവാനുള്ള ഒരു തീർപ്പായിരുന്നു. മൊർദെഖായിയെയും അവൻ്റെ കുലത്തെയും അല്ലെങ്കിൽ അവൻ്റെ ജാതിയെയും ഒരുമിച്ച് നശിപ്പിക്കുവാനായിട്ടായിരുന്നു ആ തീർപ്പ് പ്രസിദ്ധം ചെയ്തത്. അല്ലെങ്കിൽ യഹൂദ ജനത്തെ കൊന്നുമുടിക്കേണ്ടതിനുള്ള തീർപ്പാണ് അവിടെ പ്രസിദ്ധം ചെയ്തത്. എസ്തർ എന്ന് പറയുന്ന പെൺകുട്ടി മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരുമില്ലാത്തൊരു അനാഥ വ്യക്തിത്വം എന്ന് നമുക്ക് പറയാം. എസ്തറിൻ്റെ വളർത്തച്ഛനായിരുന്നു മൊർദെഖായി. അദ്ദേഹം ശൂഷൻ രാജധാനിയുടെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി അതുവഴി കടന്നു പോകുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഹാമാനെ കുമ്പിട്ട് നമസ്കരിക്കുക പതിവായിരുന്നു. അല്ലെങ്കിൽ ഹാമാനെ കാണുമ്പോൾ അവർ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിൽക്കും. എന്നാൽ മൊർദെഖായി ഒരിക്കലും അത് ചെയ്തിരുന്നില്ല. ഞാൻ ചിന്തിക്കുകയാണ്, മൊർദെഖായി തിരിച്ചറിഞ്ഞു കാണും, മനുഷ്യരെ വണങ്ങേണ്ട ആവശ്യമില്ല, സകല ആരാധനയ്ക്കും സകല പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവമാണ്, ദൈവത്തെ മാത്രമാണ് വണങ്ങേണ്ടതെന്നുള്ള തിരിച്ചറിവ് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാവാം അവൻ ഒരിക്കലും മൊർദെഖായിയെ വണങ്ങുവാൻ താല്പര്യം കാണിച്ചില്ല. പക്ഷേ മൊർദെഖായിയുടെ ഈ സ്വഭാവം നിലനിൽക്കുമോ എന്ന് കാണേണ്ടതിന് ഈ വസ്തുത ഹാമാനോട് മറ്റുള്ള പ്രിയപ്പെട്ടവർ അറിയിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹാമാൻ അഹശ്വേരോശ് രാജാവിൻ്റെ രാജസന്നിധിയിൽ മറ്റെല്ലാ പ്രഭുക്കന്മാരെക്കാളും ഉന്നതമായ പദവിയും ഉന്നതമായ ഒരു നിലവാരവും ലഭിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഹാമാൻ. അങ്ങനെ ഏറ്റവും ഉന്നതമായ സ്ഥാനക്കയറ്റവും പദവിയും അഹശ്വേരോശ് രാജാവ് ഹാമാന് കൊടുത്ത് അതിൽ അവൻ ഒരുപക്ഷെ അല്പം അഹങ്കാരം ഉണ്ടായിരുന്നേക്കാം, അല്പം നിഗള സ്വഭാവം ഉണ്ടായേക്കാം. അപ്പോൾ അവൻ്റെ പദവി കൊണ്ട് പലതും ഹാമാന് ചെയ്യാൻ കഴിയുമായിരുന്നത് കൊണ്ട് മൊർദെഖായിയെ മാത്രം കയ്യേറ്റം ചെയ്യുന്നത് നിസ്സാര കാര്യമായിട്ട് അല്ലെങ്കിൽ ഒരു പുച്ഛകാര്യമായിട്ട് ഹാമാന് തോന്നി. അതുകൊണ്ട് മൊർദെഖായിയെ മാത്രമല്ല അവൻ്റെ കുലത്തെ അല്ലെങ്കിൽ അവൻ്റെ ജാതിയെ, യഹൂദ വംശത്തെ ഒന്നടങ്കം കൊന്നുമുടിക്കണമെന്ന് ഹാമാൻ നിശ്ചയിച്ചു. ഹാമാൻ അങ്ങനെ നിശ്ചയിച്ചിട്ട് അവനെ കൊന്നുമുടിക്കേണ്ടതിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുവാൻ ആരംഭിച്ചു. അതിൻ്റെ പ്രാരംഭ നടപടിയായിട്ട് അദ്ദേഹം അഹശ്വേരോശ് രാജാവിനോട് പറഞ്ഞു, നമ്മുടെ സംസ്ഥാനത്തെല്ലാം മറ്റൊരു പ്രമാണമുള്ള ഒരു ജാതി ചിന്നിച്ചിതറി കിടക്കുന്നു. ഇവരുടെ പ്രമാണങ്ങൾ നമ്മുടേതിനോട് ഒത്തുവരുന്നില്ല. അതുകൊണ്ട് അവരെ നശിപ്പിക്കേണ്ടതിന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് ഹാമാന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. രാജാവ് തൻ്റെ മുദ്രമോതിരം ഊരി ഹാമാന് കൊടുക്കുന്നു. നീ ഇഷ്ടമുള്ളതുപോലെ തീർപ്പ് കൽപ്പിക്കുക, കൽപ്പന പുറപ്പെടുവിക്കുക എന്ന് പറഞ്ഞു. ഹാമാൻ അങ്ങനെ ഈ യഹൂദ ജനത്തെ കൊന്നുമുടിക്കുവാനായിട്ടുള്ള ഒരു തീർപ്പ് രാജാവിൻ്റെ അനുവാദത്തോടെ ശൂഷൻ രാജധാനിയിൽ പ്രസിദ്ധം
ചെയ്തപ്പോഴാണ് ശൂഷൻ പട്ടണം കലങ്ങിപ്പോയ ഒരു അവസ്ഥയുണ്ടായത്. എന്നാൽ അതിൻ്റെ പിൻപിൽ ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ നിദാനമായി തീർന്നത് എസ്തേർ എന്ന് പറയുന്ന മാന്യ സഹോദരിയുടെ തക്ക സമയത്തുള്ള യോഗ്യമായ ഇടപെടൽ, അവസരോചിതമായ ഇടപെടലാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ഇന്ന് ആയിരിക്കുന്നിടത്ത് നമുക്കും ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും. നാം ആയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ നമുക്ക് പലതും ചെയ്യുവാൻ കഴിയും. നമ്മുടെ സ്വന്തം ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ട് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ വരുമ്പോൾ നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്ന് ചില പ്രവൃത്തികൾക്ക് നാം മുൻകൈയെടുത്താൽ നമ്മുടെ ആ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം അത്ഭുതകരമായ ചില മാറ്റങ്ങളായിരിക്കും നമുക്ക് കാണുവാൻ കഴിയുന്നത്. എസ്തേർ തൻ്റെ കുലത്തിന് അല്ലെങ്കിൽ തൻ്റെ ജാതിക്ക് ബുദ്ധിമുട്ട് നേരിട്ടു എന്ന് കണ്ടപ്പോൾ അവൾ മൊർദെഖായിയോട് വിവരം പറയുകയാണ്. തൻ്റെ വളർത്തച്ഛനായ മൊർദെഖായിയോട് എസ്തേർ പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞാൻ 3 ദിവസം ഉപവസിക്കുവാൻ പോവുകയാണ്, എന്നോടൊപ്പം എൻ്റെ തോഴിമാരും ഉപവസിക്കും. എസ്തേർ ആ സമയത്ത് അന്തഃപുരത്തിലാണെന്ന് നാം തിരിച്ചറിയണം. അതായത് ഏറ്റവും സേഫായ, അവൾക്ക് ഏറ്റവും സുരക്ഷിതത്വം ലഭിക്കുന്ന ഇടത്താണ് അവളായിരിക്കുന്നത്. അവളുടെ കുലത്തെ നശിപ്പിക്കുന്നതോ അവളുടെ ജാതിയെ മുടിച്ചു കളയുന്നതോ ഒന്നും അവളെ ബാധിക്കുകയില്ല. പക്ഷേ എസ്തേർ അവളുടെ ഉത്തരവാദിത്വം എന്താണ്, അവളുടെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവൾ മൊർദെഖായിയോട് പറയുന്നത്, നിങ്ങൾ 3 ദിവസം എനിക്ക് വേണ്ടി ഉപവസിക്കുക, ഞാൻ അതേസമയം ഉപവസിക്കും. നിങ്ങൾ ഉപവസിക്കുക. ഇന്ന് പലരും ചെയ്യുന്നത് പോലെ പ്രാർത്ഥനാ വിഷയങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് നിങ്ങൾ ഉപവസിക്കണേ, പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറിയിരിക്കും. അങ്ങനെയല്ല അവൾ ചെയ്തത്. അവൾ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായിട്ട് അവൾ മറ്റുള്ളവരോട് പറയുകയാണ്, നിങ്ങളും എനിക്ക് വേണ്ടി ഉപവസിപ്പീനെന്ന്. അങ്ങനെ എസ്തേർ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായപ്പോൾ മൊർദെഖായിയും മറ്റുള്ളവർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ 3-ാം ദിനം എസ്തേർ അഹശ്വേരോശ് രാജാവിനെ കാണുവാൻ വേണ്ടി പോവുകയാണ്. അഹശ്വേരോശ് രാജാവിനെ ആർക്കും പെട്ടെന്ന് ചെന്ന് കാണുവാൻ കഴിയുകയില്ല. അതായത് എസ്തേറിനെ അഹശ്വേരോശ് രാജാവ് അനുവാദത്തോടെ വിളിച്ചെങ്കിൽ മാത്രമേ അവൾക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയുകയുള്ളൂ. അതിന് പകരം വിളിക്കുന്നതിന് മുൻപേ ഇവൾ ചെന്നാൽ രാജാവിന് കരുണ തോന്നിയാൽ മാത്രമേ ഇവൾക്ക് രാജാവിനോട് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം, യാതൊരു സാധ്യതയും ഇല്ലാത്ത ഇടത്ത്, കടന്നു ചെല്ലുവാൻ കഴിയാത്ത യാതൊരു സാധ്യതയും അവിടെ ഇല്ലാത്ത ഇടത്താണ് എസ്തേർ രാജാവിനോട് സംസാരിക്കുവാനായിട്ട് തുനിയുന്നത്. പക്ഷേ അതിനവളെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അവളുടെ ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തിൽ അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് പ്രാർത്ഥിച്ച് അവൾ കടന്നു ചെന്നപ്പോൾ രാജാവിന് അവളോട് കൃപ തോന്നിയിട്ട് രാജാവിൻ്റെ പൊൻചെങ്കോൽ എസ്തേറിന് നേരെ നീട്ടുവാനിടയായി തീർന്നു. എന്നിട്ട് എസ്തേറിനോട് ചോദിക്കുകയാണ്, രാജാവിന് എസ്തേറിനോട് പ്രീതി തോന്നിയിട്ട് ചോദിക്കുകയാണ്, എസ്തേറെ, നിൻ്റെ ആവശ്യം എന്താണ്? രാജ്യത്തിൽ പാതിയോളമായാലും ഞാൻ നിനക്കത് സാധ്യമാക്കി തരാമെന്ന്. പക്ഷേ എസ്തേർ ഉടനെ ഒന്നും പറഞ്ഞില്ല. നമ്മളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? രാജ്യത്തിലെ ഉന്നതനായ ഒരു വ്യക്തി, നമ്മൾ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പെട്ടെന്ന് ചാടിക്കയറി നമ്മുടെ ആവശ്യങ്ങൾ പറയും. പക്ഷേ എസ്തേർ അങ്ങനെ ചെയ്തില്ല. അവൾ ക്ഷമയോടെ കാത്തിരുന്നു. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലയിടങ്ങളിൽ നാം പെട്ടെന്ന് പ്രതികരിക്കാതെ, പെട്ടെന്ന് നാം ഒരു മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ നാം ക്ഷമയോടെ അല്പം വെയിറ്റ് ചെയ്താൽ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ അഗോചരമായ വഴികൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എസ്തർ പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. അതിനുശേഷം എസ്തർ വീണ്ടും ഒരിക്കൽ കൂടി ഹാമാനെയും അഹശ്വേരോശ് രാജാവിനെയും ഒരു വിരുന്നിന് വേണ്ടി ക്ഷണിക്കുകയാണ്. വീണ്ടും അവർ വിരുന്നിന് എസ്തറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആ സമയം എസ്തർ തൻ്റെ ആവശ്യം രാജാവിനോട് പറയുകയാണ്. രാജാവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, നിൻ്റെ ആഗ്രഹം എന്തായാലും ഞാൻ സാധിപ്പിച്ചു തരാം, അത് രാജ്യത്തിൽ പാതിയോളമായാലും സാധ്യമാക്കി തരാം. അപ്പോൾ രാജാവ് അത്ര കണ്ട് എസ്തറിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. പക്ഷേ എസ്തർ ആദ്യത്തെ പ്രാവശ്യം ഒന്നും ചോദിച്ചില്ല. രണ്ടാമത് രാജാവിൻ്റെ അടുത്ത് പറയുകയാണ്, എൻ്റെ ജനത്തിന്, എൻ്റെ കുലത്തിന് അല്ലെങ്കിൽ എൻ്റെ ജാതിക്കൊരു കഷ്ടം വരുന്നത് കാണുമ്പോൾ എനിക്കെങ്ങനെ സ്വസ്ഥമായിരിക്കുവാൻ കഴിയും? അതിന് കാരണം യഹൂദ ജാതിയെ മുഴുവൻ കൊന്നുമുടിക്കണമെന്നുള്ള തീർപ്പ് കൽപ്പിച്ചതാണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ അനർത്ഥം കണ്ടിട്ട് എനിക്ക് സ്വസ്ഥമായിരിക്കുവാൻ കഴിയില്ല. രാജാവ് പെട്ടെന്ന് എസ്തേറിനോട് ചോദിക്കുകയാണ്, അങ്ങനെ ആരാണ് ചെയ്തത്? അപ്പോൾ എസ്തേർ തക്ക സമയത്ത് അവളുടെ ബുദ്ധി പ്രവർത്തിച്ച് അവൾ പറയുകയാണ്, അങ്ങനെ ചെയ്തത് ദുഷ്ടനായ ഈ ഹാമാനാണ്. അതായത് രാജാവിൻ്റെ
ഹാമാൻ്റെ രാജഗൃഹത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ് ഹാമാൻ എന്ന് ഓർക്കണം. പക്ഷേ എസ്തർ പ്രാർത്ഥനയോടെ പിൻബലത്തോടെ അവൾക്ക് കാര്യങ്ങൾ തുറന്നു പറയുവാൻ കഴിയുന്നു. അവൾ പറയുകയാണ്, ഞങ്ങളുടെ ജനത്തെ കൊന്നുമുടിക്കുവാൻ തയ്യാറായത് ദുഷ്ടനും നീചനുമായ ഈ ഹാമാനാണ്. അപ്പോൾ രാജാവ് പെട്ടെന്ന് ഹാമാനോട് കോപം തോന്നിയിട്ട് രാജാവ് അവനെ തൂക്കിലേറ്റ് അവനെ ശിക്ഷിക്കുവാനായിട്ട് രാജാവ് കൽപ്പിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആളുകൾ പറയുകയാണ്, ഈ മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഒരുക്കിയതായ കഴുമരം അവിടെ നിൽപ്പുണ്ടെന്ന് പറയുകയാണ്. അതായത് മൊർദെഖായിയെ തൂക്കിലേറ്റി കളയുവാനായിട്ട് ഹാമാൻ തൻ്റെ ഭാര്യയോടും തൻ്റെ പ്രിയപ്പെട്ടവരോടും ആലോചിച്ച് നേരത്തെ അവൻ 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം തയ്യാറാക്കി വെച്ചിരുന്നു. പക്ഷേ നോക്കുക പ്രിയമുള്ളവരെ, പ്രാർത്ഥനയോടെ പ്രശ്നങ്ങളെ സമീപിച്ചപ്പോൾ കാര്യങ്ങൾ തകിടം മറിയുകയാണ് ചെയ്തത്. ഹാമാൻ്റെ ഉദ്ദേശവും അവൻ്റെ പദവിയും കൊണ്ട് മൊർദെഖായിയെ തകർത്ത് കളയാം എന്നവൻ വിചാരിച്ചെങ്കിലും അതല്ല സാധ്യമായി വന്നത്. പിന്നെയോ എസ്തേറിൻ്റെ പ്രാർത്ഥനയും മൊർദെഖായിയുടെയും അവരുടെ കൂട്ടായുള്ള ഉപവാസവും പ്രാർത്ഥനയും പ്രശ്നങ്ങളെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഒരുക്കിയ കഴുമരത്തിൽ ഹാമാനെ തന്നെ തൂക്കിക്കളയുവാനിടയായിത്തീർന്നു. അതുപോലെ ഹാമാൻ്റെ ഗ്രഹം മൊർദെഖായിക്ക് വേണ്ടി കൊടുക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ കരുതലുകൾ നമ്മുടെ ആരുടെയും ചിന്തകൾക്ക് ഉള്ളിൽ ഒതുങ്ങുന്നതല്ല. നാം ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിലും അപ്പുറമാണ് ദൈവത്തിൻ്റെ പദ്ധതികളെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും, ഒരുപക്ഷെ പ്രശ്നം നമ്മുടെ കുടുംബത്തിലായിരിക്കാം, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലായിരിക്കാം, നമ്മുടെ സമൂഹത്തിലായിരിക്കാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ മധ്യേ നാം ഒരിക്കലും നിരാശപ്പെട്ടു പോകേണ്ട, സങ്കടപ്പെട്ടു പോകേണ്ട. പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയുന്നവനായ സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ സത്യം നാം തിരിച്ചറിയുക. ഈ പ്രശ്നത്തെ അതിജീവിക്കുവാൻ നമ്മുടെ സ്വാധീനമോ നമ്മുടെ പണമോ നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നും കൊണ്ട് കഴിയുകയില്ല. പിന്നെയോ പരിഹാരം വരുത്തുവാൻ കഴിയുന്നത് സർവശക്തനായ ദൈവത്തിന് മാത്രമാണ്. അതിന് ദൈവത്തിൻ്റെ മുൻപാകെ നാം ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായാൽ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ഭുതകരമാണ്. അത് നമ്മുടെ ചിന്തയ്ക്ക് മീതെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും നാം തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെ, ദൈവത്തിൻ്റെ മഹാ അത്ഭുതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എസ്തർ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായതുകൊണ്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹാമാനെ തന്നെ ആ കഴുമരത്തിൽ തൂക്കിക്കളയുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ ഹാമാന് നേരത്തെ അവൻ്റെ ഭാര്യയോടും അവൻ്റെ പ്രിയപ്പെട്ടവരോടും ആലോചിച്ചിട്ടാണ് ഹാമാന് എന്ത് തീരുമാനിച്ചത്? മൊർദെഖായിയെ തൂക്കുവാനായിട്ട് കഴുമരം ഉണ്ടാക്കിയത്. എന്നാൽ പ്രശ്നങ്ങൾ നേരെ തിരിഞ്ഞു വരികയാണ്. ഹാമാൻ ഒരു ദിവസം വീട്ടിൽ ചെന്ന് പറയുമ്പോൾ ഹാമാൻ്റെ ഭാര്യയായ സേരശ് ഹാമാനോട് പറയുന്ന ഒരു വാക്കുണ്ട്, അവനൊരു യഹൂദ വംശക്കാരനാകുന്നെങ്കിൽ നീ അവനെ ജയിക്കുകയില്ല. പ്രിയമുള്ളവരെ, നാം തിരിച്ചറിയുക, നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നാം ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളതാണ്. നാം ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ ഈ ലോകത്തിൽ ഒന്നിനും നമ്മെ ജയിക്കുവാൻ കഴിയുകയില്ല. പാതാള ഗോപുരങ്ങൾ ഒരിക്കലും ദൈവത്തിൻ്റെ സഭയെ തകർത്ത് കളയുകയില്ല. നാം ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഐഡൻറ്റിറ്റി നമുക്കുണ്ടെങ്കിൽ അതായിരിക്കട്ടെ നമ്മുടെ ഐഡൻറ്റിറ്റി. നാം ദൈവത്തിൻ്റെ മക്കൾ, ഞാനൊരു ദൈവവൈതലാണെന്നുള്ള നിശ്ചയം നമുക്കുണ്ടെങ്കിൽ പിശാച് എന്തെല്ലാം കെണികൾ ഒരുക്കിയാലും, ഈ ലോകം മുഴുവൻ നമുക്കെതിരായി നിന്നാലും ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. യിരെമ്യാ പ്രവചനം 17:7 പ്രകാരം പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആകയാൽ ഈ നാളുകളിൽ നമ്മുടെ ആശ്രയം സർവശക്തനായ ദൈവത്തിങ്കൽ മാത്രമായിരിക്കട്ടെ. ഈ ലോകത്തിലെ മനുഷ്യരിൽ ആശ്രയിച്ചാൽ അവർക്ക് സഹായിക്കുന്നതിന് പരിമിതിയുണ്ട്. എന്നാൽ പരിധിയില്ലാതെ, പരിമിതി കൂടാതെ നമ്മെ സഹായിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. എസ്തർ ഉപവസിച്ചതിൻ്റെയും പ്രാർത്ഥിച്ചതിൻ്റെയും ഫലമായിട്ട് അവരുടെ ജാതിക്ക് എതിരായി നിന്ന, ശത്രുവായി തീർന്ന ഹാമാനെ തൂക്കിലേറ്റുവാൻ ഇടയായിത്തീർന്നു. ഹാമാൻ്റെ ഗ്രഹം മൊർദെഖായിക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. അതുമാത്രമല്ല, എസ്തർ രാജ്ഞിയുടെ സ്ഥാനത്തേക്ക് വരുവാനും അവൾക്ക് ശ്രേഷ്ഠമായ ഒരു പദവിയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കുക, ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്ന പലരും ഞാൻ അനാഥയാണ്, അല്ലെങ്കിൽ എനിക്കാരുമില്ല, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എനിക്ക് വേണ്ടി കരുതുവാൻ ആരുമില്ല എന്ന് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം. എന്നാൽ തിരിച്ചറിയുക, നമുക്ക് വേണ്ടി കരുതുവാൻ ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം നമുക്ക് വേണ്ടി കരുതുക
തന്നെ ചെയ്യും. അവൻ്റെ വഴികൾ അതിശ്രേഷ്ഠമാണ്, അവൻ്റെ കരുതലുകൾ അത്യുത്തമമാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വഴി തിരിച്ചറിഞ്ഞ് ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയോട് അടുത്ത് വന്നാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും വലിയവ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, പ്രാരംഭത്തിൽ വായിച്ചല്ലോ, എസ്തേറിൻ്റെ പുസ്തകം 8-ാം അധ്യായം 15-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ ശൂഷൻ പട്ടണം ആർത്തു സന്തോഷിച്ചു. ഈ ശൂഷൻ പട്ടണം ആർത്തു സന്തോഷിക്കുവാൻ കാരണമായി തീർന്നത് അവിടെയും, അതിന് മുൻപുള്ള വാക്യം നാം ശ്രദ്ധിച്ചാൽ അവിടെയും ഒരു തീർപ്പ് പരസ്യം ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടോ? ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചതിന് കാരണം മൊർദെഖായി രാജകീയ വസ്ത്രം ധരിച്ച് മൊർദെഖായി പുറപ്പെട്ടു വരികയാണ്. മൊർദെഖായിക്ക് അത് സംഭവിച്ചത് അവൻ്റെ കഴിവ് കൊണ്ടോ മിടുക്കുകൊണ്ടോ അല്ല, പിന്നെയോ ദൈവത്തിൽ ആശ്രയിച്ചത് ഒന്നുകൊണ്ട് മാത്രമാണ്. മൊർദെഖായിയെ തൂക്കിലേറ്റുവാൻ ഹാമാൻ കഴുമരമൊരുക്കിയെങ്കിൽ അതിൽ ഹാമാൻ തന്നെ വീഴുവാനിടയായി തീർന്നു. എന്നാൽ മൊർദെഖായിക്ക് വേണ്ടി ദൈവം ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതമായ പദവി ഒരുക്കി വെച്ചിരുന്നു. അതിനവനെ സഹായിച്ചത് ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഉപവാസവും പ്രാർത്ഥനയുമാണ്. എക്സൽ മിനിസ്ട്രീസ് ഈ നാളുകളിൽ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറായത്, അതുപോലെ ചില ദിനങ്ങൾ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും മാറ്റിവെച്ചത് ഞങ്ങളുടെ മിനിസ്ട്രിയുടെ പ്രവർത്തനത്തിന് ഒരു മുതൽക്കൂട്ടായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുപോലെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ മധ്യയാണ് ഭാരത്തോടെ ആയിരിക്കുന്നത്? സങ്കടപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ട്. ശൂഷൻ പട്ടണം കലങ്ങിപ്പോയ അവസ്ഥയിൽ നിന്നും ആർത്ത് സന്തോഷിച്ച അവസ്ഥയിലേക്ക് മാറ്റിമറിച്ചത് പ്രാർത്ഥനയും ഉപവാസവുമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, അസാധ്യമെന്ന് പറയുന്നത് ഒന്ന്, നമ്മുടെ മുൻപിൽ പലതും അസാധ്യങ്ങളാണ്. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അസാധ്യമായത് ഒന്നുമില്ല. ദൈവത്താൽ സകലവും സാധ്യമാണ്. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നിശ്ചയമാണ്. ദൈവം അതിനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.